Hello Pentacon fam, welcome back to my YouTube channel. അപ്പോൾ നിങ്ങൾ ഇവിടെ പുതിയതാണെങ്കിലില്ലേ എന്നാ ചെയ്യേണ്ടതെന്നറിയാം, സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം, ലൈക്ക് ബട്ടണും ക്ലിക്ക് ചെയ്യണം, പിന്നെ ആ പോസ്റ്റ് നോട്ടിഫിക്കേഷൻ ബട്ടണും ക്ലിക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ഫ്രീ ആണ്, നോ പേയ്മെൻറ്റ് അറ്റ് ഓൾ. അപ്പോൾ ഇന്നത്തെ കണ്ടന്റ് എന്ന് വെച്ചാൽ ചിറക്കൽ ചിറ, ദ ബിഗ്ഗസ്റ്റ് മാൻ മെയ്ഡ് പോണ്ട് ഇൻ ഏഷ്യ. പിന്നെയില്ലേ ഗായ്സ്, നിങ്ങൾക്കൊരു സംഭവം പറയാം. ഇതില്ലേ, ഈ സ്ഥലം മൊത്തം 14 ഹെക്ടർ ഏരിയ ഉണ്ട്. 14 ഹെക്ടർ ഏരിയ ഉണ്ട്. ആ ഭാഗത്ത് കുറേ നടത്തുന്നുണ്ട്. 14 ഹെക്ടർ ഏരിയ ഉണ്ട്. അപ്പോൾ കുറച്ച് വർഷം മുമ്പേ ഇവിടെ കുറേ ആൾക്കാർ കുളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അവരെല്ലാം നിർത്തി പൂട്ടിക്കെട്ടി പോയി. അതെന്ന് വെച്ചാൽ കാരണം ഇവിടെ കുറേ പായൽ, പൂപ്പൽ, വേസ്റ്റ് അതൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആൾക്കാർ വരല് നിർത്തി. പിന്നില്ലേ ഗായ്സ്, നിങ്ങൾക്കൊരു കാര്യം അറിയോ? എൻ്റെ അമ്മമ്മ പറയുന്ന കേട്ടിയാണേ, ഇവിടെ ഇല്ലേ കുറേ വർഷങ്ങൾക്ക് മുമ്പേ മുതലി ഉണ്ടായിരുന്നു പോലും. സത്യം തന്നെയാ, എനിക്ക് തോന്നുന്നില്ല ഇത് സത്യമാണെന്ന്, തള്ളുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ അടിയിലൊക്കെ കുറേ കിണറുണ്ട്, കുറേ നിധിയുണ്ട് എന്നല്ല പറയുന്നത്. നല്ല ആഴമുണ്ട്. എനക്ക് വിശ്വാസം ആഴമുണ്ടെന്ന് പിന്നെ പറയുന്നേക്കാം. പക്ഷേ കിണറിലുണ്ടാവുക വീടെടുക്കേണ്ട സ്ഥലത്തായിരിക്കും ഇതെല്ലാം ആക്കിയിട്ടുണ്ടാവുക, അറിയില്ലേ. പിന്നെയില്ലേ, ഈ ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് ഇവിടെ ടിപ്പുവിന് കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആൾക്കാർ കുറേ നിധി ഇട്ടിട്ടുണ്ട് പോലും. അത് സത്യമാണ് പോലും. കാരണം പിന്നെ ഈ മുതലേൻ്റെ കാര്യം പറഞ്ഞിട്ടില്ലേ, അത് സത്യമാട്ടാ, അത് സത്യമാണ്. കാരണം ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഗോപികൃഷ്ണേട്ടൻ ഇപ്പോൾ ഇതിലൂടെ പോയിന്, അപ്പോൾ പറഞ്ഞു തന്നെയാണ് എനിക്കത്. പിന്നെ ഈ ചിറക്കൽ ചുറ്റും 3 അമ്പലമുണ്ട്. അപ്പോൾ ഒന്ന് ഇതാ ആ കാണുന്ന ദുർഗാക്ഷേത്രം, പിന്നെ ഇതാ ധന്വന്തരി, പിന്നെ ഇത് ഇതാണ് നമ്മുടെ സ്വന്തം കിഴക്കേക്കര ശ്രീ മതിലക ക്ഷേത്രം. ഇത് ചിറക്കൽ ചിറേൻ്റെ നേരെ മുമ്പിലുള്ള ഒരു ക്ഷേത്രമാണ്. ഇത് ഭയങ്കര ഒരു പുരാതനമായൊരു ക്ഷേത്രമാണ്. ഇതെന്ന് വെച്ചാൽ കൊല്ലങ്ങൾക്ക് മുമ്പേ, ഒരു നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉള്ളൊരു ക്ഷേത്രമാണ്. അപ്പോൾ ഈ അമ്പലത്തിൽ ഇരുന്നിട്ടാണ് പോലും ചെറുശ്ശേരി കൃഷ്ണഗാഥ എഴുതിയത്. ഇനി വാ, നിങ്ങൾക്ക് ഞാൻ ആറാട്ട് ഇരുന്നില്ല. അപ്പോൾ ഈ വടക്കേ മലബാറിലെ ഇത് ഗുരുവായൂർ എന്നറിയപ്പെടുന്ന ശ്രീ കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ ആറാട്ട് കടവാണ് ഈ കാണുന്നത്. ഇവിടെ വന്നിട്ടാണ് ഈ ഉത്സവം കഴിഞ്ഞാൽ ആറാട്ട് നടത്തുന്നത്. കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ ആറാട്ട് കടവാണ് ഈ കാണുന്നത്. പിന്നെ ഈ വളപട്ടണം ശ്രീ കളരിവാദിക്കൽ ക്ഷേത്രമല്ലേ, അതിൻ്റെ ആറാട്ട് നടത്തുന്നത് ആ കാണുന്ന ആറാട്ട് കടവാണ്. അങ്ങോട്ട് കുറച്ച് പക്ഷികളെ കാണുന്നുണ്ടോ, അതാണ് താറാവോ അരിയലോ എന്തോ ഒരു പക്ഷിയാണ് അത്. അപ്പോൾ ആ കാണുന്നതാണ് താറാവ്. അപ്പോൾ അങ്ങോട്ടുണ്ടോ കുറേ ആമ്പല്, ആ കാണുന്നുണ്ട് ആമ്പലം. ഏതാ ആമ്പലല്ല, അത് കള്ളുപ്പി മാറ്റി വിടാം. ഇതാണ് ആമ്പല്. അല്ലേ കാണാൻ?
കുറേ ആമ്പലിൻ്റെ കുറേ ഇലകളുണ്ട്. പക്ഷേ കുറേ പായലുണ്ട് ഇവിടെ. കുറേ കുഞ്ഞു കുഞ്ഞു മീനെ കാണുന്നുണ്ടോ നിങ്ങൾ? അല്ല, കറുത്ത കുഞ്ഞു കുഞ്ഞു ഗപ്പിയാണെന്ന് തോന്നുന്നു. ഗപ്പിയല്ല, ഇതൊരു കുഞ്ഞു കുഞ്ഞു മീൻ. ഈ ചെറിയൻ്റെ സൈഡിൽ ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിൽ നിങ്ങൾക്ക് കാണാം. ഇംഗ്ലീഷ് മീഡിയം സീനിയർ സെക്കൻഡറി സ്കൂൾ. അപ്പം ഇത് CBSE സ്കൂളാണ്, കേരള സ്കൂളല്ല. ഇതെന്ന് വെച്ചാൽ എൻ്റെ ഏട്ടൻ 5th സ്റ്റാൻഡേർഡ് വരെ പഠിച്ച സ്കൂളാണ്. എനിക്ക് പിന്നെ സെൻറ്റ് മൈക്കിൾസിലേക്ക് പോയതാണ്. എന്ത് രസമല്ലേ ഈ ചേറയെല്ലാം കണ്ടിട്ട്, നല്ലൊരു കാച്ചെല്ലാം കണ്ടിട്ട് നല്ല പഠിക്കാൻ നല്ല രസമായിരിക്കും അല്ലേ. ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്, സീനിയർ സെക്കൻഡറി സ്കൂൾ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലേ കളരിവാതിക്കലിൻ്റെ ആറാട്ടുകടവ്? ഇതാ ആ കാണുന്ന ആറാട്ടുകടവാണ് ഇത്. വളപട്ടണം ശ്രീ കളരിവാതിക്കൽ അമ്പലത്തിൻ്റെ ആറാട്ടുകടവാണിത്. ചരക്ക് ചുറ്റുമായിട്ട് 3 അമ്പലമുണ്ട്. അതിൻ്റെ അകത്ത് ഒരു അമ്പലമാണ് ഈ ധന്വന്തി ക്ഷേത്രം. അപ്പോൾ ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് വെച്ചാൽ വിഷ്ണു ഭഗവാനാണ്. കേരളത്തിലെ കുറേ അക്കാദമികളിൽ ഒരു പ്രധാനപ്പെട്ട അക്കാദമിയാണ് ഈ കാണുന്നത്, കേരള ഫോക്ലോർ അക്കാദമി. അപ്പോൾ അത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചെറിയേണ്ട തൊട്ട് മുമ്പിലാണ് ഈ കേരള ഫോക്ലോർ അക്കാദമി. രാജാക്കന്മാർ ഭരിച്ച സമയത്തൊക്കെ ഇവിടെ കുറേ കുളിക്കടവുണ്ടായിരുന്നു. അതിൽ എല്ലാം നശിച്ചുപോയി. ഇപ്പോൾ ഒറ്റ ഒരു കുളിക്കടവ് മാത്രമേ ഇവിടെ ബാക്കിയുള്ളൂ. ആ കാണുന്നതാണ് ആ കുളിക്കടവ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് തോന്നുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തണം. ഇഷ്ടമായിട്ടില്ലെങ്കിലും ലൈക്ക് ബട്ടൺ അമർത്തണം ദയവായി പ്ലീസ്. പിന്നെ നിങ്ങൾക്ക് ഇതേപോലത്തെ ന്യൂ ഫണ്ണി വീഡിയോസ് കാണണമെങ്കിൽ, ഫണ്ണിയല്ല കുറച്ച് അറിവ് കിട്ടേണ്ട വീഡിയോസ് കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. സൈഡിലെ ബെല്ലൈക്കണില്ലേ അതെടുത്തിട്ട് ഓൾ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ see you guys next time. Bye.